സിസ്റ്റർമാരൊക്കെ നിരാഹാരം കിടക്കാനും ജയിലിൽ പോകാനും പോയാൽ എല്ലാവരും എന്നാ പറയും. തൽക്കാലം വേണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞ് കൊണ്ടുപോയി കോടതി കൊണ്ടുപോയിച്ചും പറഞ്ഞ് ഞങ്ങൾ ചെയ്തത് തെറ്റിപ്പോയെന്ന് ക്ഷമ ചോദിക്കാമെങ്കിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തെറ്റാണല്ലോ ചെയ്തത്, ഞങ്ങൾ ശരിയാണ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിട്ടാണ് ചെയ്തത്. അന്ന് അവരെ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞാണ് സെൻട്രൽ ജയിലിലിട്ടു. പകൽ ഞങ്ങൾ ഫ്രീ ആണ്, അവിടെയൊക്കെ നടക്കും. എനിക്ക് ജയിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു ജയിലിൻ്റെ ഫീലിംഗ് വരത്തുള്ളൂ. രാത്രിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ ഞങ്ങളെ പിടിച്ച് ഒരു സെല്ലിലിട്ട് അടയ്ക്കും. ആ സെല്ലിൽ കഷ്ടിച്ച് 3 പേർക്കേ കിടക്കത്തുള്ളൂ. ട്രാക്കിലോട്ട് നമ്മൾ നിൽക്കുക, ട്രെയിൻ വരുന്നുണ്ട്, ചാടി എല്ലാം ട്രാക്കിലിരിക്കും. അവർ ഇറങ്ങിയാൽ പിന്നെ ഒരു മാറുന്ന പരിപാടിയില്ല. പിള്ളേരുടെ പരിപാടികൾ, യൂത്തിൻ്റെ പരിപാടികൾ, ട്രെയിനിങ് പരിപാടികൾ, സ്ത്രീകളുടെ എംപവർമെൻറ്റ് പ്രോഗ്രാം, ആ ഒരു വിങ്, അങ്ങനെ എല്ലാം ഇതിൻ്റെ കണക്ഷനായിട്ട് വരും. വലിയ വലിയ സമരങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഇതിൻ്റെ കൂട്ടത്തിൽ വരും. ഇങ്ങനെ ഈ ടീച്ചേഴ്സെല്ലാം അപ്പോൾ സമരങ്ങൾക്ക് ഇതിനും എല്ലാം കൂട്ടത്തിൽ പോയി, യൂണിയൻ്റെ അംഗങ്ങളായി ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ സുപ്പീരിയേഴ്സിനോട് ചോദിച്ച്, ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ ചേരുന്നുണ്ടെങ്കിലും ഒത്തിരി ഇങ്ങനെ ഞങ്ങളും ഈ മത്സ്യത്തൊഴിലാളി സമരങ്ങൾക്കൊക്കെ ചേരട്ടെ എന്ന് ചോദിച്ചു. കംപ്ലീറ്റ് അങ്ങ് അതിലേക്കാകട്ടെ, യൂണിയൻ്റെ ലീഡർഷിപ്പിലേക്കൊക്കെ വരട്ടെ എന്നൊക്കെയുള്ള കമ്മിറ്റി അംഗങ്ങളൊക്കെ ആകട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം അന്നത്തെ ഒരു സുപ്പീരിയർ കഴിഞ്ഞുമല്ല മരിച്ചത്, സിസ്റ്റർ പ്രിയ പൂവൻ എന്ന് പറയും. ആ സിസ്റ്ററോട് ഞങ്ങൾ ചോദിച്ചിങ്ങനെ, അന്നേരം പറഞ്ഞ് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ചേരണോ ഇല്ലയോ എന്നുള്ളത്. പൂത്രയും മാമ്പള്ളിയിലുള്ള സിസ്റ്റേഴ്സ് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. എനിക്കിവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകരുത്. നിങ്ങൾ ഒന്നിച്ചാണ് അതിൻ്റെ ആവശ്യം കാണുന്നെങ്കിൽ നീ പച്ചക്കൊടി കാണിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് കേട്ടപ്പോൾ സന്തോഷമായി. ഇപ്പം ഇവിടെ അന്നുണ്ടായിരുന്ന 8 പേരും റെഡിയായിരുന്നു കംപ്ലീറ്റ്. സിസ്റ്റർ ഫിലോൻ മേരി ഉൾപ്പെടെ, സിസ്റ്റർ ഫിലോൻ മേരി, സിസ്റ്റർ ഫിലോ, സിസ്റ്റർ ആലീസ്, വത്സ, ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പത്രീഷ ഇങ്ങനെ ഒരു അന്ന് സിസ്റ്റേഴ്സ് വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ഥിരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ 2004 വരെ അവിടെ തന്നെയായിരുന്നു, 30 കൊല്ലത്തോളം. 75 വന്നതാണ്. അപ്പോൾ ഏകദേശം അവിടെ തന്നെ, ആ വീട്ടിൽ തന്നെയായിരുന്നു എപ്പോഴും. ഇടയ്ക്കൊക്കെ പോകും. പിന്നെ നോർത്തിലേക്ക് 1.5 വർഷത്തെ ഒരു ട്രെയിനിങ്ങിന് പോയി. അങ്ങനെയൊക്കെയുള്ള നല്ലാതെ സ്ഥിരം അവിടുത്തെ ആളായിരുന്നു. അപ്പോൾ അനുവാദം കിട്ടി. ഞങ്ങളെല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ട് പോകാം. ഞാൻ ഈ സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള പരിപാടിക്ക് വേണ്ടി 1 മാസമൊക്കെ ഇങ്ങനെ അവരുടെ കൂടെ പോകും. അവരുടെയൊക്കെ വീടുകളിൽ കിടന്നുറങ്ങും. ഞാൻ മേഴ്സി ഇങ്ങനെ എവിടെ വേണേലും അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു ദിവസം കിടക്കുന്നിടത്തല്ല മറ്റേടത്ത് കിടക്കുന്നു, വിസയൊക്കെ കിടക്കും. ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെ കിടക്കുന്നതെന്ന് പോലും. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണവും കഴിച്ചു. ഈ തെരുവ് നാടകവും ഈ കോർണർ മീറ്റിങ്ങും ഒക്കെ ആയിട്ട് കോൺസെൻട്രേഷൻ, സ്ത്രീകളുടെ ഇടപാടുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം. പിന്നെ അതിൻ്റെ ഇടയിൽ പല ഇഷ്യൂസ് വരും, ഈ റേപ്പ് കേസ് അങ്ങനെയൊക്കെയുള്ളതിലൊക്കെ ഇടപെടും. അങ്ങനെ 1-2 കേസ് ഉണ്ടായിരുന്നു. മേഴ്സിയൊക്കെ അതിനൊക്കെ ഒത്തിരി എക്സ്പേർട്ട് ഇതായിരുന്നു. ആലപ്പുഴ കടലിൽ പോയി മരിക്കുകയും ചെയ്തു. ബോട്ടെല്ലാം ഇടിച്ചു പൊളിച്ചു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യാത്രയായി. അങ്ങനെ അച്ചാണി വെള്ളത്തിൻ്റെ ഇതുമായിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ജോസ് കളീക്കൽ എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ അങ്ങ് പോയി, അതിലേക്ക് പോയി. അങ്ങനെ തുടങ്ങിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ട്രോളിംഗ് ബോട്ടിൻ്റെ ഇതിൽ വന്നത്, ട്രോളിംഗ് ബോട്ട് നിരോധിക്കണമെന്നുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും ഒത്തിരി ആക്റ്റീവായി. അതിനപ്പം നിരാഹാരത്തിലേക്ക് പോകണം, ജയിലിൽ നിറയ്ക്കലേക്ക് പോകണം എന്നൊക്കെ ആക്കിയപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സിനോട് ചെന്ന് ചോദിച്ചു, പ്രൊവിൻഷ്യലോട് ഇന്ന് ചോദിച്ചു, ഞങ്ങളത് പങ്കുചേരട്ടെ. സിസ്റ്റർമാരൊക്കെ നിരാഹാരം കിടക്കാനും ജയിലിൽ പോകാനും പോയാൽ എല്ലാവരും എന്നാ പറയും. തൽക്കാലം വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഓടികൾ ഞങ്ങൾ പറഞ്ഞു,
ഒരിക്കൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആളുകളുടെ കൂടെ കൂടുക, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള പകുതി വഴിക്ക് അവരെ ആക്കിയേച്ചും പോരാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ജനം പറയുകയാണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് പോകുന്നു. അപ്പോൾ സ്ത്രീകളൊക്കെ പറഞ്ഞ് സിസ്റ്റർമാർ കൂട്ടുണ്ട, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളും ജയിലിൽ പോകാം, ഞങ്ങളും നിരാഹാരം കിടക്കാൻ തയ്യാറൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1984 ഏറ്റവും വലിയ സമരം, ഐതിഹാസിക മത്സ്യത്തൊഴിലാളി സമരം, കേരളം മുഴുവനും ഭയങ്കരമായിട്ട് കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു സമര പരിപാടിയായിരുന്നത്. എല്ലായിടത്തും കോഴിക്കോട് തുടങ്ങി നിരാഹാരം. പക്ഷേ അത് അവസാനം പലയിടത്തായപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തേക്ക് സെൻട്രലൈസ് ചെയ്തു. സെൻട്രലൈസ് വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ജയിലിൽ പോകണം ആരെന്നുള്ള ഇത് വന്ന്. അപ്പം ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് റെഡിയായി. ഞാൻ ധർമ്മപ്രായക്കുള്ള എൻ്റെ ഇത്, പിന്നെ ഫിലവൻ മേരി സിസ്റ്റർ, പിന്നെ പട്രീഷ്യ സിസ്റ്റർ, ഞങ്ങൾ 3 പേര്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ 4 സ്ത്രീകൾ, സിസ്റ്റർ മേഴ്സി ഉണ്ട്, മാർഗരറ്റ് ഉണ്ട്, അങ്ങനെ 4 മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ. ഞങ്ങൾ 7 പേരാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന്. ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ലോറൻസ്, അങ്ങനെ പല ആണുങ്ങളും ഉണ്ട്. വേറെ സ്ത്രീകൾ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മേഴ്സിയും വേറെ സ്ത്രീകളെല്ലാം കൂടെ. അപ്പം 7 സ്ത്രീകളും എനിക്ക് 1, 7, 14, 13 പേരെ മറ്റായിരുന്നു, 6 പുരുഷന്മാരുമായിരുന്നു. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അല്ല ഫിഷറീസ് ഡയറക്ടറേറ്റ് ഞങ്ങൾ പിക്കറ്റ് ചെയ്തു. ജയിലിൽ പോകാൻ റെഡിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ഒരു സമരത്തിൻ്റെ ഒരു ടാറ്റിക്സ് ആയിരുന്നു, പ്ലാൻ ചെയ്തുള്ളതാണ്. പോവുക, പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ചെയ്യാവുന്നൊക്കെ ഉള്ളതൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യത്തെ ദിവസം പിക്കറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ശരി, നിങ്ങൾ ഇനിയും വരല്ലേ എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ പറഞ്ഞു ഇനിയും വരുമെന്നുണ്ട്. പിറ്റേ ദിവസം പോയി. പിറ്റേ ദിവസമായപ്പോൾ അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളോട് പറഞ്ഞ് കൊണ്ടുപോയി കോടതി കൊണ്ടുപോയിച്ചും പറഞ്ഞ് ഞങ്ങൾ ചെയ്തത് തെറ്റിപ്പോയെന്ന് ക്ഷമ ചോദിക്കാമെങ്കിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തെറ്റാണല്ലോ ചെയ്തത്, ഞങ്ങൾ ശരിയാണ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിട്ടാണ് ചെയ്തത്. എന്നാൽ അവരെ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞാണ് സെൻട്രൽ ജയിലിലിട്ടു. ഞങ്ങളെ 3 സിസ്റ്റേഴ്സിനെയും 4 സ്ത്രീകളെയും കൂടെ സെൻട്രൽ ജയിലിൽ 10 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടു. ഞങ്ങളെ ജയിലിലിട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ബഹളം, കേരളം മുഴുവൻ ബഹളമായി. കന്യാസ്ത്രീകളെ ജയിലിലിട്ടു, വേശികളുടെ അതിൻ്റെ മുമ്പിലെല്ലാം കൂടെ കർണാടക ഗവൺമെൻറ്റിനെതിരായിട്ട് ഭയങ്കര ബഹളം. കർണാടകൻ ഭരിക്കുന്ന സമയമാണ്. അപ്പോൾ സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചെന്നും പറഞ്ഞ് ജനം മുഴുവൻ. അപ്പം ഞങ്ങളോട് സമരം ചെയ്യാനല്ല, ജയിലിൽ പോകണ്ട, നിരാഹാരം കിടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർമാരെല്ലാം കൂടെ ഓടി വന്നിരിക്കുന്നത്. അവിടെ ജയിലിൽ കിടന്നുകൊണ്ട് അവർ പുറത്ത് കിടന്നുകൊണ്ട് കരയുകയും പിടിക്കുകയും, ഞങ്ങൾക്ക് ചിരി വരുമായിരുന്നു. ഞങ്ങൾ ജയിലിൻ്റെ അകത്തും അവർ പുറത്ത്. ആ സിസ്റ്റർമാരെല്ലാം കൂടെ വന്ന് അവർക്കും ഭയങ്കര പേടിയായി. ആദ്യമായിട്ടല്ല ഇങ്ങനെ, 70-ലൊക്കെ സിസ്റ്റേഴ്സ് പുറത്ത് ജയിലിൽ നിന്നൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ. സെൻട്രൽ ജയിൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. കാരണം ഞങ്ങളെ ഒരു രാഷ്ട്രീയ തടവുകാരായിട്ടാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് ഡ്രസ്സൊന്നും മാറണ്ട, സാരി എടുത്തോളാൻ പറഞ്ഞു. പകൽ ഞങ്ങൾ ഫ്രീ ആണ്, അവിടെയൊക്കെ നടക്കും. എനിക്ക് ജയിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു ജയിലിൻ്റെ ഫീലിംഗ് വരത്തുള്ളൂ. രാത്രിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ ഞങ്ങളെ പിടിച്ച് ഒരു സെല്ലിലിട്ട് അടയ്ക്കും. ആ സെല്ലിൽ കഷ്ടിച്ച് 3 പേർക്കേ കിടക്കത്തുള്ളൂ. ഒരു 3 ഡെറി തരും. ആ ഡെറി കഷ്ടിച്ച് കിടക്കാം. അപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒന്നിച്ച് കിടന്നാൽ ശരിയാകത്തില്ലല്ലോ, മറ്റുള്ളവർക്ക് പ്രയാസമല്ല, അവരെ അവിടെ കൂട്ട് വേണമല്ലോ. ഞങ്ങൾ ഓരോ സിസ്റ്റേഴ്സ്, ഓരോ സ്ത്രീകൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ പോയി ഗ്രൂപ്പായിട്ട് അവരൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കണമല്ലോ. അവർ ഞങ്ങളെ ഓർത്തല്ലേ വന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയും. അവിടെ കിടന്ന് ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ ആയിരുന്നു. സ്വന്തം ജയിലിൽ നല്ല, ഞങ്ങൾക്ക് 6 മണി തൊട്ട് 6 മണി വരെ ജയിലിൻ്റെ ഫീലിംഗ് ഉണ്ട്. വേറെ എങ്ങോട്ടും ഇറങ്ങാൻ മേല. അപ്പം ഞാൻ ഇപ്പോഴും ഒരു സ്ത്രീ എന്നെ കാണുമ്പോൾ കളിയാക്കാം, അതുകൊണ്ട് പുള്ളിക്കാരത്തി. പുള്ളി പറയും, പുള്ളി കുറേ കഴിഞ്ഞ് രാത്രിയായപ്പം ഈ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരണമെന്നുള്ളല്ലേ. പുള്ളി ഒരു രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ എണ്ണീറ്റിരിക്കുക, മൂത്രം ഒഴിക്കണം നിങ്ങൾ ഉണ്ടാ കിടക്ക് നിങ്ങൾ കമന്ന് കിടന്നു ഇച്ചിരി കഴിയട്ടെന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഇനിയും പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഓവുണ്ട്, ചെറിയ സ്റ്റെപ്പിൽ ഇച്ചിരി പൊക്കി അതിൻ്റെ ഒരു വലിപ്പുണ്ട്. അവിടെ ഞങ്ങൾ പത്രമൊക്കെ ഇട്ട് പുസ്തകമൊക്കെ വെച്ചിരിക്കുക. ഞങ്ങൾക്ക് പുസ്തകമൊക്കെ വായിച്ചോളാൻ പറഞ്ഞായിരുന്നു. അപ്പം അവർ പിന്നെ അത് മാറ്റി കൊടുത്തു. പുള്ളി അവിടെ ഇരുന്ന് മൂത്രം ഒഴിച്ച്. അങ്ങനെ ആ മൂത്രം ഒഴിച്ച സ്ഥലത്ത് തന്നെ ഞങ്ങൾ പിന്നെയും കിടക്കുന്നെന്ന് ഓർക്കണം. അതങ്ങ് പോയോ, എന്തെങ്കിലും വെള്ളമൊന്നും ഇല്ലല്ലോ. എപ്പോഴും പറയും, ഇപ്പോഴും ഞാൻ കാണുമ്പോൾ ഞാൻ പറയും മൂത്രം ഒഴിക്കണം പറയാം. പുള്ളി പറയുമ്പോണ്ടായിരുന്നു സിസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജനത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ക്യൂ നിൽക്കണം. ഒരു മൊന്തയും തരും, ഒരു പ്ലേറ്റും തരും. രാവിലെ പോയി ഭക്ഷണത്തിന് ക്യൂ നിൽക്കുക, വെള്ളം തരും, നല്ല ചായ തരും അതിൻ്റെ അകത്ത്.
പിന്നെ പ്ലേറ്റിൽ അവർ ഭക്ഷണം എടുത്താലും ഞങ്ങളതും കൊണ്ട് വരും. മുറിയുടെ വാതൊക്കെ വരുന്നത് എല്ലാവരും കൂടെ കഴിക്കും. വലിയ നല്ല ചപ്പാത്തിയും ഇറച്ചിയൊക്കെ കിട്ടുമായിരുന്നു. ഭക്ഷണം ഒത്തിരി വലിയ, പക്ഷെ ഒത്തിരി ചോറ് തരുമായിരുന്നു. അതുകൊണ്ട് വേസ്റ്റാക്കി കളയേണ്ടി വരുമല്ലോ. അവർക്ക് അത്രയും വിളമ്പണമെന്ന് അവർ പറഞ്ഞത്, അതുകൊണ്ട് അവർ തരുമായിരുന്നു. അപ്പോൾ സെൻട്രലിലെ ലൈഫ് സുഖമായിരുന്നു. പക്ഷെ പുറത്ത് ഭയങ്കര ബഹളം. ഞങ്ങളുടെ അകത്ത് നിങ്ങൾ കിടക്കില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഈ 5 നിങ്ങളെ ജനമഴ ഇപ്പോഴും പിള്ളേർ വലിയ സ്ത്രീകൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 10 വയസ്സുള്ളൊരു കൊച്ചുങ്ങളെ എല്ലാം കൂടെ പൊറുക്കി ഇവർ കടയ്ക്കാവ് റെയിൽവേ സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യാൻ പോയി. ട്രെയിൻ പിക്കറ്റ് ചെയ്യാനായിട്ട്, റെയിൽവേ സ്റ്റേഷനല്ല, ട്രെയിൻ പിക്കറ്റ് ചെയ്യാൻ. ട്രെയിനിൻ്റെ അവിടെ പോയി 150 160 പേര്, 60 ഒരു 200 പേരോളം കാണും. എല്ലാം കൂടെ ചെന്ന് പിക്കറ്റ് ചെയ്തു, എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് കാലുമേലാത്തൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, റുമറ്റോയ്ഡ് ആർത്രൈറ്റേഴ്സ്. അതിന് പാളത്തെ കുത്തിയിരുന്നത് പോയി. അതിനെ എടുത്ത് എറിഞ്ഞവിടുന്നു, എടുത്ത് പ്ലാറ്റ്ഫോമിലോട്ട് എടുത്തിട്ട് അതിനൊന്നും വേണ്ട. എന്നിട്ട് 150 എണ്ണത്തിനെ ഒരു വണ്ടിയെ കയറ്റി കൊണ്ടുപോയി പൂജപ്പര. ആണുങ്ങൾ പൂജപ്പരയിലായിരുന്നു കേട്ടോ. അപ്പോൾ ലോറൻസൊക്കെ പൂജപ്പര സെൻട്രൽ ജയിലിലായിരുന്നു. ഞങ്ങൾ സെൻട്രൽ ജയിൽ നല്ലതായിരുന്നു. പൂജപ്പര അവർക്ക് ഇച്ചിരി കഷ്ടമായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ് ഈ 150 എണ്ണത്തിനെയും അന്ന് രാത്രി കൊതുകും കടിച്ച് വരാന്തയിലും എല്ലാം കിടങ്ങി അവരൊത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി എല്ലാം കൂടെ ചെയ്തു. കേസായി. പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു വിട്ടില്ല. അത് അങ്ങനെ എല്ലാത്തിനെയും കൂടെ പേര് രജിസ്റ്റർ ചെയ്ത് വെച്ചു. കുറേ പേരെല്ലാം പറഞ്ഞു കൊടുത്തു. അതിൽ 10 വയസ്സുള്ളൊരു കൊച്ചി ശ്രീപ്പം വലുതായിട്ടുണ്ട്. ഞാൻ പറയാം അന്ന് ഏറ്റവും ചെറുത് ഞാനായിരുന്നു എന്ന് പറയുമായിരുന്നു ഇപ്പോഴും. അപ്പോൾ ഇതിനെയെല്ലാം പെറുക്കിക്കൊണ്ട് വർക്കല കൊണ്ടുപോകണം. വിളിക്കുമ്പം കൊണ്ടുപോകട്ടെ, അന്നേരത്തേക്കാ കൊണ്ടുപോകാനായിട്ട് എല്ലാത്തിനെയും പെറുക്കിയാൽ കിട്ടുമോ? അപ്പോൾ ഓരോന്നിനോട് പറഞ്ഞു കൊടുക്കും, പേര് വിളിക്കുമ്പോൾ കൈ പൊക്കിയേക്കണമെന്ന് പറഞ്ഞ്. അന്നത്തെ പേര് ഇന്നത്തെ പേര് അല്ലാതെ അന്ന് പേര് പറഞ്ഞു കൊടുത്ത് ആരുടെ പേരാ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. കുറേ പേരങ്ങ് പറഞ്ഞു കൊടുത്തു, പിള്ളേരുടെയൊക്കെ പേര്, ആളുകളുടെ പേരും ഒക്കെ. അപ്പം ഇവിടുന്ന് കുറച്ച് പേരെ പെറുക്കിക്കൊണ്ട് പോകും. എന്നിട്ട് ഓരോരുത്തരുടെ പേര് കയറുമ്പോൾ ഓരോരുത്തർ കൈ പൊക്കും. അങ്ങനെ കുറേ നാൾ പോയി പിന്നെ അത് നിർത്തി. അത് പോക്കായിരുന്നു. ഇങ്ങനെ കേസിന് വേണ്ടി പോകണം, വർക്കല കോടതി പോകണമായിരുന്നു. അത് 150 പേരെയും കൊണ്ട് പോകണം. 150 അവർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ പെറുക്കിക്കൊണ്ട് പോകുമായിരുന്നു. ഭാവം സിസ്റ്റർ എല്ലാ പ്രാവശ്യവും പോകുമായിരുന്നു. അങ്ങനെ ഒത്തിരി അങ്ങനെ 13 കൊല്ലം അടുപ്പിച്ച് സമരം ചെയ്തു. 54 ഇടയ്ക്കൊന്ന് 91 ട്രോളിങ് നിർത്തലാക്കുന്ന ഓർഡർ വന്നത്. 3 മാസം, ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസത്തേക്കാണ് ചോദിച്ചത്. 90 ദിവസത്തേക്ക്, 45 ദിവസത്തേക്ക് വെച്ചാകുമ്പോൾ. പക്ഷെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ട്രോളിങ് നിരോധിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്. നമ്മളൊത്തിരി പ്രയാസപ്പെട്ടതാണല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അത് അറിയത്തില്ല. പഴയ ആളുകൾക്കൊക്കെ അറിയാം. മറ്റവർ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും കൊണ്ട് ചെയ്തതെന്നൊക്കെ പറയും. പുതിയ ജനറേഷൻ ഒന്നും അറിയത്തില്ല. ഈ പിള്ളേരോട് ഞങ്ങൾ ചോദിക്കും, ഫീസ് കൊടുക്കണോ സ്കൂളിലൊക്കെ? ഞങ്ങൾക്കൊന്നും ഫീസ് കൊടുക്കണ്ട. അപ്പോൾ അതെന്നാ, ഞങ്ങൾ ചെല്ലുമ്പോൾ അവരൊരു ഫോമൊക്കെ തരും, അത് ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അത് സാർമാരുടെ കൊടുക്കും, അവർ പോകും. പക്ഷെ അത് എന്താ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഈ ജനറേഷനെ ആരും പഠിപ്പിച്ചിട്ടുമില്ല, പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അങ്ങനെ അറിയത്തില്ല, ആർക്കൊന്നും അറിയത്തില്ല. ചിലർക്ക് ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഉണ്ടെന്നല്ലാതെ ഇപ്പം അതൊരു ഇതായിട്ട് മാറും. ഇനി അങ്ങനെ അറിയത്തില്ല. കിട്ടുന്നു, ഗവൺമെൻറ് തരുന്നു, ഇത് തരുന്നു എന്നൊക്കെ ഉള്ളത്. സ്കൂളിൽ നിന്ന് തരുന്നു, സ്കൂളിൽ ഞങ്ങളോട് മേടിക്കുന്നില്ല, അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. അപ്പം ഇതിന് പോകുമ്പോഴത്തേക്ക് ഈ ട്രോളിങ്ങിൻ്റെ വലയെന്ന് പറഞ്ഞ റിങ്സിന് ഇങ്ങനെ ഇട്ട് വളച്ചങ്ങ് പിടിക്കും, മുഴുവൻ ഏരിയ മുഴുവനും. അപ്പോൾ ഈ മീനെല്ലാം അതിൻ്റെ അകത്ത് കയറി പോകത്തില്ല. അപ്പോൾ ഇവർക്ക് മീൻ കുറയുന്നു. മനുഷ്യത്തൊഴിലാളികൾക്ക് കട്ടമരത്തേല, കമ്പാവല, അതിനൊക്കെ പോണവർക്കൊന്നും മീൻ കിട്ടത്തില്ല. വലിയ ഈ ട്രഡീഷണൽ ഫിഷർ പീപ്പിളിൻ്റെ മീൻ കുറയുന്നു, മറ്റവർക്ക് മീൻ കിട്ടുന്നു. അത് ഇവിടുത്തുകാരല്ല, പുറത്തുനിന്നുള്ള ആൾക്കാരെ, കൊല്ലത്തു നിന്നുള്ളവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. കൊല്ലത്താണ് ട്രോളിംഗ് ബോട്ടിൻ്റെ സെൻറ്റർ കൊല്ലമായിരുന്നു. നീണ്ടകര സമരം എന്ന് പറഞ്ഞ് കൊല്ലത്തോട്ടൊരു മാർച്ച് ചെയ്തു. കൊല്ലത്തെ മാർച്ച് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ പാലത്തെ കയറിയപ്പം ചീഞ്ഞ മീനെല്ലാം അവർ പെറുക്കി ഞങ്ങളുടെ മേത്തെറിഞ്ഞു, കല്ലെറിഞ്ഞു, കുറച്ച് പേരെ അടിച്ചു. അതൊക്കെ അത് പലവർക്ക് ചെതറിപ്പോയി ആൾക്കാർ. പിന്നെ വന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇടയ്ക്കൊക്കെ ഒത്തിരി ഇൻസിഡൻസ് നടക്കുന്നത്. എത്ര കൊല്ലങ്ങളായത്. അപ്പോൾ അതൊക്കെയുണ്ട്. അപ്പം കൊല്ലംകാരുടെ അവിടുത്തോട്ട് കൊല്ലത്തിൻ്റെ ബോട്ട് മുതലാളിയുടെ ഇടയ്ക്കോട്ടാണ് ഈ മനുഷ്യരെ എല്ലാം കൂടെ ഇളക്കിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അന്ന് നമുക്ക് നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞാൽ നിൽക്കുമായിരുന്നു. കൊച്ചിരച്ചിലൊക്കെ ഒരു അലറിക്കഴിഞ്ഞാൽ ജനം കോയറ്റായി. അപ്പം ഇപ്പോഴങ്ങനത്തെ ലീഡേഴ്സൊന്നും ഇല്ല. ഭയങ്കരമായിട്ട് അച്ഛൻ്റെ സ്വരവും എല്ലാം കിടക്കണം. പിന്നെ പുള്ളി റെഡിയാണ്, മുന്നിലേ നിൽക്കത്തുള്ളൂ. അവരെ മുന്നേ നിർത്തിച്ച് പുറകെ നിൽക്കുന്നവരുടെ ഇല്ല. ഓടി പറഞ്ഞിപ്പോവും. മത്സ്യത്തൊഴിലാളികൾക്കൊരിതുണ്ട്. ഇപ്പം ഞങ്ങൾ കടയ്ക്കാവ് റെയിൽവേ പിക്കറ്റിങ്ങിന് ആളുകളും കൂടി ഇടയ്ക്ക് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്.
കൊണ്ടുപോവുകയാണെങ്കിൽ ട്രാക്കിലോട്ട് നമ്മൾ നിൽക്കുക, ട്രെയിൻ വരുന്നുണ്ട്, ചാടി എല്ലാം ട്രാക്കിലിരിക്കും. അവർ ഇറങ്ങിയാൽ പിന്നെ ഒരു മാറുന്ന പരിപാടിയില്ല. ട്രാക്കിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ല ഓർഡർ ഇത് വന്നു, വെള്ളം ബോട്ട് പിടിച്ചിട്ടു. ഇവിടെ കടയ്ക്കാവൂരല്ലേ, അപ്പം വർക്കല ട്രെയിൻ പിടിച്ചിട്ടുണ്ട്, വരത്തില്ല, ടിക്കറ്റിങ്ങിൻ്റെ. അതൊന്നും പറ്റിയാൽ ഇങ്ങോട്ട് വരാൻ പറയാം. ഈ ബസ്സിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കണക്കല്ലേ, ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ മുൻപിൽ വന്ന് നിർത്തിയാലേ ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബസ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും, ബസ്സൊക്കെ നിർത്തത്തില്ല. ഈ ട്രെയിൻ വരിക, എല്ലാം അവിടെ പാഞ്ഞ് ട്രെയിനിൻ്റെ മുന്നിലോട്ട് ഓടുക. ഈ ട്രെയിൻ ഞങ്ങൾ മുന്നിൽ കയറി, ഈ ഓടരുതെന്ന് പറയാനായിട്ട്. അതിൻ്റെ സിസ്റ്റർമാർക്ക് എങ്ങനെയൊക്കെ പറയാം, ഞങ്ങളുടെ ആണുങ്ങളകത്ത് പോകണം, ഞങ്ങൾക്കറിയാം അതിൻ്റെ വിഷമം. ഞങ്ങൾ പോവുക മുന്നോട്ട് പോയി വരുന്ന ട്രെയിനിൻ്റെ മുന്നിലോട്ടല്ല ഓടുന്നത്. പക്ഷേ അവരൊക്കെ കോഷ്യസ് ആയിരുന്നു. ഒരു പയ്യെ ഉരുട്ടിക്കൊണ്ട് വരുന്ന കണക്കാ ട്രെയിൻ കൊണ്ടുവന്ന് ഇവിടെ കിടപ്പുണ്ടെന്ന് അറിയാമല്ലോ. അവർ ഇറങ്ങിയാൽ പിന്നെ തീർന്നു, അങ്ങനെ പിടിച്ചാൽ നിൽക്കത്തില്ല. വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ട് പോകുക. സമരത്തിനൊക്കെ ഒത്തിരി പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. പക്ഷെ അതുപോലെ ലീഡ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കണം, അത് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും വേണമല്ലോ. ലീഡർ നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ ഇവരുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്. നമ്മൾ വേറെ വല്ലയിടത്തുനിന്നും വന്ന് ലീഡർഷിപ്പ് കൊടുക്കാൻ പോയാൽ അത്ര ആകത്തില്ല. എന്നിട്ട് അവരെന്നും സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കരഞ്ഞു പോയി നമ്മുടെ അടുത്തോട്ട്, നമ്മളെ റോഡിലേ താമസിക്കും, നമ്മുടെ അടുത്തോട്ട് വരികയും ചെയ്യും. ബോട്ടിൽ പോയവരെ കണ്ടില്ല, കാലൊടിഞ്ഞ് കൈ ഒടിഞ്ഞ് കാണില്ല, ബോട്ട് പോയി മരിച്ചു പോയി, കടലിൽ പോയി മരിക്കുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെല്ലാമാണ് ഇവരുടെ പ്രശ്നങ്ങൾ കണ്ടും സ്കൂൾ വരുന്നില്ല, പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മീൻ കിട്ടുന്നില്ല, ഇങ്ങനെ ഒത്തിരി ആളുകളുടെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അവരുടെ വിഷമമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇറങ്ങാൻ നമ്മൾ റെഡിയാണ്. ഒത്തിരി ഇതിലേക്ക് പോകുക, സ്ത്രീകളെല്ലാവരും ഇങ്ങനെ വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 2004 ഞാൻ ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ചോദിച്ച് പോയതാണ് സിസ്റ്റേഴ്സിനോട്. ഈ മനുഷ്യരോട് വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ആധ്യാത്മികത, അവരുടെ സ്പിരിച്വാലിറ്റി എന്നാണെന്ന് പഠിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മെഡിക്കൽ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് ബാക്കിംഗ് ഉണ്ടെന്നുള്ളത്. നമുക്കെപ്പോഴും ഒരു സപ്പോർട്ടുണ്ടല്ലോ. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസുണ്ട്, ഞങ്ങൾക്ക് പോകാം അങ്ങോട്ട്, ഞങ്ങളെ കൊണ്ടുപോകും, വിളിച്ചേക്കത്തില്ല, സിസ്റ്റേഴ്സ് കൊണ്ടുപോകും. ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇതുപോലെ സിമ്പിളായിട്ട് ജീവിച്ചാലും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ ഒത്തിരി സിമ്പിളായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡുണ്ടോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ സമരത്തിന് പോവുകയാണെങ്കിൽ ഞങ്ങളും പോവും, അവരും പോവും, എല്ലാവരും ഇറങ്ങി വരും അവരോട്. ഞങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളൊരു നമുക്കുണ്ടെന്നുള്ളൊരു ഫീലിങ്ങും, ഇല്ലാത്തതിൻ്റെ ഡിപ്രൈവേഷൻ്റെ ഫീലിങ്ങും വേറെയാണല്ലോ. നമുക്കെല്ലാം ഉണ്ട് എന്നിട്ടും നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷെ ഇല്ല എന്നുള്ളൊരു ഫീലിങ്ങാണ്. അപ്പം ഇവരെ ലീഡ് ചെയ്യുന്ന ഇവരുടെ പുറകിലുള്ള ആധ്യാത്മികം എന്താണെന്ന് പഠിക്കണമെന്ന് എനിക്കുണ്ട്. ഭയങ്കര ശക്തിയല്ലേ. ഇവർക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് കാണുമെന്ന് തോന്നുന്നില്ല. പിന്നെ പലയിടത്തുനിന്ന് മേടിക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കണം, ചെന്ന് അരിയില്ലായിരിക്കും, പയറില്ലായിരിക്കും, സംഭവങ്ങളൊന്നുമില്ല, ഭക്ഷണം പിന്നെ വെക്കണം. എന്നിട്ട് അവരത്ര സ്ട്രഗിൾ ചെയ്ത് വരുന്ന മനുഷ്യരാണല്ലോ. അപ്പോൾ അവരെ എന്താണ് നയിക്കുന്നത്, അവരെന്തുകൊണ്ടാണ് ഞങ്ങൾക്കുള്ളവർ ഉള്ളതിനെ ഉള്ളതിനെ വേണ്ടാന്ന് വെച്ചിട്ട് വരുന്നവരാണ്. പക്ഷേ ഇല്ലാത്തവരുടെ ആ സ്ട്രഗിൾ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമല്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചോദിച്ചു പോയതാണ്. ഫിലിപ്പൈൻസിന് പോയി ഞാൻ സ്പിരിച്വാലിറ്റിയെ പറ്റി ഒന്ന് പഠിക്കാൻ, വർഷത്തുള്ള ആളുകളുടെ സ്പിരിച്വാലിറ്റി എന്നാന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം എടുത്തത് കാത്തലിക്കാണ് അല്ല. അപ്പം ഞങ്ങൾക്ക് ബൈബിളുണ്ടല്ലോ, ബൈബിളിൻ്റെ അകത്ത് ഒത്തിരി സ്ത്രീകളുണ്ട്. അപ്പോൾ ആ ബൈബിളിലെ സ്ത്രീകളെ ഒന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അവർക്കെന്താണ്, അപ്പോൾ അവരുടേതും ഇവരുടേതുമായിട്ട് ഞാനൊന്ന് തട്ടിച്ച് നോക്കുമായിരുന്നു. കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഞാൻ നടത്തിയത്. അപ്പോൾ ഒത്തിരി ഇവരുമായിട്ട് ഒത്തിരി ഇതുണ്ട്. അപ്പം ഞാനിവരുടെ എൻ്റെ തീസിസിന് പേര് കൊടുത്തത് മനക്കരുത്ത് സ്പിരിച്വാലിറ്റി ഓഫ് ഫിഷർ വിമൻ എന്നാണ് കൊടുത്തത്. മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് ദ വിൽ, അവരുടെ തൻ്റെ ഇടം. അവർക്ക് ഇൻ്റർവ്യൂ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു 10-20 സ്ത്രീകളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഉള്ളിലുള്ള ശക്തി, ഞങ്ങളുടെ തൻ്റെ ഇടം, ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ മനഃശക്തിയൊക്കെയാണ് ഞങ്ങൾക്ക് ഈ സ്പിരിറ്റ് തരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് തന്നെ പേര് കൊടുത്തു, മനക്കരുത്ത് സ്പിരിച്വാലിറ്റി ഫിഷർമെൻ. പിന്നെ ചലഞ്ചസ് ആൻഡ് ഇൻസ്പിറേഷൻ ടു കോൺസിഗ്രേറ്റഡ് ലൈഫ് എന്ന്, കമ്മിറ്റ്മെൻറ്റ്സ് റിലീജിയസ് കന്യാസ്ത്രീകൾക്ക് ചലഞ്ച് എടുക്കണ്ടേ ഇത് കേൾക്കുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ നല്ല സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുക, ഇങ്ങനെ പ്രവർത്തി പറയുന്നത്. ഇപ്പം നമ്മൾ കുറേയെങ്കിലും അവരുടെ കൂടെ അനുഭവിക്കാനായിട്ട് വന്ന് അവരുടെ കൂടെ പോയി സ്ഥലങ്ങളിലെല്ലാം പങ്കെടുത്തു. അവരുടെ പിന്നെ കുറേ തെറിയും കേട്ടു, അത് വേറെ കാര്യം. ഒത്തിരി ഇഷ്ടം പോലെ വഴക്കും വയ്യ വലിയെല്ലാം ഉണ്ട്, അതെല്ലാം കേക്ക്
അവർ പറയുന്ന കുറേ പേര് ഈ എല്ലായിടത്തും ഉണ്ടല്ലോ കുറച്ച് പേര്, പക്ഷെ അത് അവരുടെ കൂടെ നിൽക്കും, അവർക്ക് വേണ്ടിയാന്നുള്ളത് ബോധ്യമായി. പക്ഷേ ഇത് ഇടയ്ക്ക് പിന്നെ ചില കുത്തിത്തിരിപ്പ് ഉണ്ടായത് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്നല്ല, മറ്റ് ലീഡേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. പാർട്ടിക്കാർ തമ്മിലും ഇവരൊക്കെ എന്തിനാ ഈ പുറത്തുനിന്ന് വന്നവർ. പിന്നെ ഞങ്ങൾ ലാറ്റിൻ സുറിയാനി ഇതുണ്ടല്ലോ, അവിടെ ഉള്ളവരൊക്കെ സുറിയൻസാണ്. ലാറ്റിനൊക്കെ അതിലേക്ക് തന്നെ മൂന്നുണ്ടല്ലോ, മലങ്കര, ലാറ്റിൻ, സിറിയൻ. എല്ലാവരും കാത്തലിക്സ് ആണെങ്കിലും ഭാഷയുടെ ഇതിൻ്റെയൊക്കെ വെച്ച് ബിഷപ്പ്മാരുടെ ഇത് വെച്ച് മാറ്റമുണ്ട്. പക്ഷെ പോപ്പ് എല്ലാവർക്കും ഒന്നാണ് റോമിലെ. അപ്പം ഒരു ശ്രീയാനിക്കാരല്ലേ, അതല്ലേ വന്നവരല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഈ ഇടയ്ക്കിടയ്ക്ക് രൂപതയുടെ ഇടയ്ക്ക് ഉന്നത് വരാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും പറഞ്ഞാലും ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നുമില്ല. ഞങ്ങളിവിടെ ലത്തിമ്പള്ളിയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനെ പറ്റി സംബന്ധിച്ചിടത്തോളം എവിടെ വർക്ക് ചെയ്യുന്നോ ആ രൂപത ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ് മുഴുവനായിട്ടും. ഞങ്ങൾ ലാറ്റിൻ രൂപതയാണ്. ഞങ്ങൾ കേരളം കഴിഞ്ഞാൽ എല്ലാം ലാറ്റിനാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ലാറ്റിനുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അതാ ഇഷ്ടം. അവർക്ക് മനസ്സിലുണ്ട്, സാധാരണ ജനത്തിന് ഞങ്ങൾ ലാറ്റിനാണോ സിറിയനാണോ ഇപ്പം ഇച്ചിരിയെങ്കിലും അറിയാൻ പറ്റും. അത് അറിയത്തേ ഇല്ല എന്നാന്ന് പോലും. അപ്പോൾ അവർക്ക് അവരുടെ കൂടെ അവർക്ക് വേണ്ടി നിൽക്കുന്നവരെ അവർക്ക് വേണ്ടി സഹിക്കുന്നൊക്കെയുള്ള ആ ഒരു ഫീലിംഗ് വന്നുകൊണ്ട് അറ്റാച്ച്മെൻറ്റ്. ഇപ്പം പൂത്തറ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ബഹളമെന്നറിയാം ആൾക്കാർ. ഭയങ്കര ഒരു ധർമാമ തന്നെ വിളിക്കും. ധർമാമ എവിടെയാണെന്ന് പറഞ്ഞ പിള്ളേരെല്ലാവരും ലോറൻസ് അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമുക്ക് ഇമോഷണലി ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർക്കറിയാം എന്താ വരാത്തത്, അങ്ങോട്ട് വരാത്തത്. ഞാൻ ഇടയ്ക്കൊക്കെ അവർ അവരുടെ മരണമോ കല്യാണമൊക്കെ ഉള്ളത് പോകാറുണ്ട്. ഇടയ്ക്ക് പോകും, അവരിങ്ങോട്ട് വരും. ഞങ്ങൾക്ക് 50 കൊല്ലത്തെ ഒരു സെലിബ്രേഷൻ ഇവിടെ വെച്ചുണ്ടായിരുന്നു. അപ്പം പൂത്തറയുന്ന ആൾക്കാരെല്ലാം ഞങ്ങളുടെ പഴയ ടീച്ചേഴ്സ് എല്ലാവരും വന്നു. വലിയൊരു ഗ്യാതറിങ് ആയിരുന്നു. അവരുടെ ഷെയറിങ് നല്ല കാരണം, അവരെ വളർത്തിയത്, അവരാക്കി തീർത്തത്. ഇപ്പോഴും അവരത് പറയുന്നത് ഞങ്ങളുടെ പിള്ളേരെ ഇപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. അവർ ഒത്തിരി അവരുടെ പിള്ളേരെ എല്ലാം അവർ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ നമ്മൾ ലംസം ഗ്രാൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ്റെ മൂല്യങ്ങൾ കുറച്ച് മനസ്സിലാകാൻ തുടങ്ങിയത് കൊണ്ട് ഒത്തിരി എൻജിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാ ഫീൽഡിലും ആൾക്കാരുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ആയി. പണ്ട് അക്ഷരം അറിയാൻ മേലാത്ത ജനമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന മെജോറിറ്റി എന്നാൽ 99%. പക്ഷെ ഇന്നതല്ല.